നമസ്കാരം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നേടുക എന്നത് ഇന്ത്യയുടെ ന്യായമായ ആവശ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ. എന്നിട്ടും സുരക്ഷാ സമിതിയുടെ സ്ഥിരാംഗ പട്ടികയിൽ ഇന്ത്യക്ക് ഇന്നും സ്ഥാനം ലഭിച്ചിട്ടില്ല. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ 5 രാജ്യങ്ങളാണ് ഇപ്പോൾ സ്ഥിരാംഗങ്ങൾ. ഇവർക്കാണ് വീറ്റോ അധികാരം. അതുകൊണ്ട് തന്നെ സുരക്ഷാ സമിതിയിൽ പ്രവേശനം എന്നത് കേവലം ഒരു സീറ്റ് നേടൽ മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിലെ നിർണായക വേദിയിൽ സ്ഥിര സാന്നിധ്യം ഉറപ്പാക്കലാണ്. ഇത്തരം സാഹചര്യത്തിലാണ് ചൈന ഇന്ത്യയുടെ അഭിലാഷങ്ങളെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് തുറന്നു പറഞ്ഞത്. ഡൽഹിയിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായി നടത്തിയ ചർച്ചയിലാണ് ചൈനീസ് വൈസ് വിദേശകാര്യമന്ത്രി മാ ഷാവോക്വ് ഈ നിലപാട് വ്യക്തമാക്കിയത്. വാക്കുകൾ ലളിതമായിരുന്നു എങ്കിലും അതിന്റെ രാഷ്ട്രീയ ഭാരം വളരെ വലുതാണ്. കാരണം ഇതുവരെ ചൈന സുരക്ഷാ സമിതി പരിഷ്കരണത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇന്ത്യയെ നേരിട്ട് പിന്തുണയ്ക്കുന്നത് ഒഴിവാക്കുകയും വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണം എന്ന പൊതു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ബീജിംഗ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ അഭിലാഷത്തെ പ്രത്യേകമായി പരാമർശിച്ച് ബഹുമാനിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. ചൈന ഇപ്പോൾ തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല, എന്നാൽ ഇന്ത്യ അവഗണിക്കാനാകാത്ത ശക്തിയായി അംഗീകരിക്കുന്നു എന്ന സൂചന നൽകുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ ആഗോള സാന്നിധ്യം വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. G20 ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചത്, ആഗോള ദക്ഷിണ രാജ്യങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചത്, ബ്രിക്സ് വേദിയിൽ സജീവ ഇടപെടൽ, ഇതെല്ലാം ഇന്ത്യ ഒരു കേന്ദ്ര ശക്തിയായി ഉയർത്തിയിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുമായും റഷ്യയുമായും ഒരുപോലെ ബന്ധം നിലനിർത്തുന്ന നയതന്ത്ര തന്ത്രം ഇന്ത്യ സ്വീകരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയെ പൂർണ്ണമായും എതിർക്കുക എന്നത് പ്രായോഗികമല്ല. അതേസമയം 2020 ലഡാക്ക് അതിർത്തി സംഘർഷം ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ വലിയ വിള്ളൽ സൃഷ്ടിച്ചിരുന്നതാണ്. അതിനുശേഷം അവിശ്വാസത്തിന്റെ അന്തരീക്ഷം നിലനിന്നു. സൈനിക തലങ്ങളിൽ പല ചർച്ചകളും നടന്നെങ്കിലും രാഷ്ട്രീയ തലത്തിൽ ബന്ധം വഷളായിരുന്നു. ഇപ്പോൾ നടക്കുന്ന ഉന്നതതല ചർച്ചകളും സൗമ്യമായ പ്രസ്താവനകളും ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാകുന്നു. ഇന്ത്യയെ കൂടെ നിർത്തുന്നത് ചൈനയ്ക്കും തന്ത്രപരമായി പ്രയോജനകരമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന ഒരു സൗഹൃദ ചിഹ്നം എന്നതിലുപരി ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടലായും കാണാം. ജനങ്ങൾ തമ്മിലുള്ള സഹകരണം, വിസ നടപടികൾ ലളിതമാക്കൽ, വ്യോമ സർവീസുകൾ പുനരാരംഭിക്കൽ, സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തൽ, ഇവയെക്കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ബന്ധം കേവലം അതിർത്തി പ്രശ്നത്തിൽ ഒതുങ്ങുന്നതല്ല എന്നതാണ്. സാമ്പത്തികവും സാമൂഹികമായ തലങ്ങളിലും സ്ഥിരത ആവശ്യമാണെന്ന് ഇരു രാജ്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സുരക്ഷാ സമിതി ഘടന മാറ്റാൻ നിലവിലെ സ്ഥിരാംഗങ്ങളുടെ സമ്മതം അനിവാര്യമാണ്. അതിൽ ചൈനയും ഉൾപ്പെടുന്നു. അതിനാൽ ചൈനയുടെ ഇപ്പോഴത്തെ പരാമർശം ഒരു നല്ല തുടക്കമായേക്കാം. നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്നു എന്നത്. ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ അവഗണിക്കാൻ കഴിയാത്ത അവസ്ഥയാക്കി മാറ്റുകയാണിത്. രണ്ടാമത്, ചൈനയും തങ്ങളുടെ ഭാഷയിൽ മാറ്റം വരുത്തേണ്ടി വന്നിരിക്കുന്നു. മൂന്നാമതായി, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സ്ഥിര ശത്രുതയോ സൗഹൃദമോ ഇല്ല എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഇന്ത്യക്ക് ഇതൊരു നയതന്ത്ര നേട്ടമായി കാണാം. ഇന്ത്യയുടെ സുരക്ഷാ സമിതി സ്വപ്നം ഒരു ദിവസത്തിനുള്ളിൽ സഫലമാകില്ല എന്ന് നമുക്കറിയാം. അത് ദീർഘകാല നയതന്ത്ര ശ്രമത്തിന്റെ ഫലമായിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇന്നത്തെ പ്രസ്താവന ആ യാത്രയിൽ ഒരു പ്രധാന മൈൽസ്റ്റോൺ തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.